ആരാധകരും പ്രേക്ഷകരും പ്രതീക്ഷിച്ച പോലെ എമ്പുരാന്റെ അപ്ഡേറ്റുകളോ മറ്റ് റിപ്പോർട്ടുകളോ ഒന്നും വരുന്നില്ല. ഇതിനെല്ലാം കാരണം ആരാണെന്നുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ എങ്ങും നടക്കുന്നത്. അതിനൊക്കെ പഴിചാരുന്നത് ലൈക്ക എന്ന പ്രൊഡക്ഷൻ ഹൗസിനെ തന്നെയാണ്. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് നിർമ്മാണ പങ്കാളിയായി ആശീർവാദിനൊപ്പം ലൈക്ക എത്തിയപ്പോൾ ചിത്രത്തിന്റെ വലിപ്പത്തിന് അത് ആവശ്യമാണെങ്കിലും ലൈക്ക ഉണ്ടാക്കുന്ന പ്രതിസന്ധികളാണ് ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ വൈകാനുള്ള കാരണമെന്ന് തന്നെയാണ് ഇപ്പോഴും പല റിപ്പോർട്ടുകളായി മൂവി അനലിസ്റ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും വ്യക്തമാകുന്ന രീതിയിലേക്കാണ് പല റിപ്പോർട്ടുകളും ഇപ്പോഴും എത്തുന്നത്. നേരത്തെ ലൈക്ക തന്നെയാണ് ഇതിന്റെ പ്രശ്നമെന്ന് പറഞ്ഞുകൊണ്ട് ചില അനുമാനങ്ങളൊക്കെ വന്നിരുന്നു. മലയാള സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന മോഹൻലാൽ നായകനായ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാനായുള്ള വലിയ കാത്തിരിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ ചിത്രത്തിന്റെ റിലീസിംഗ് അടുത്തിരിക്കുകയാണ്. എന്നിട്ട് പോലും ഈ പാൻ വേൾഡ് ചിത്രത്തിന്റെ ഒരു പ്രൊമോഷൻ പരിപാടികളും നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിൽ ആക്കുകയാണ് ആരാധകർക്കിടയിൽ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ ചോദിച്ചുകൊണ്ട് പല പ്രേക്ഷകരും എത്തുമ്പോൾ അവരുടെ കയ്യിൽ അപ്ഡേറ്റുകളൊന്നും തരാനുമില്ല. അവർ പറയുന്നത് ഇനി ഒഫീഷ്യലായി വരുന്ന അപ്ഡേറ്റുകൾ മാത്രമേ തരികയുള്ളൂ എന്നാണ്. ഊഹാപോഹങ്ങൾക്ക് ഇനി സ്ഥാനമില്ല എന്നും അവർ പറയുന്നു. എന്നിരുന്നാലും പ്രമുഖ മൂവി അനലിസ്റ്റുകൾ നൽകുന്നത് ഇപ്പോഴുള്ള പ്രതിസന്ധി ക്ലിയറായി വ്യക്തമാകുന്നത് വിതരണവും ബിസിനസ്സും തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് എമ്പുരാനെ അലട്ടുന്നത് എന്നാണ്. എമ്പുരാന്റെ യഥാർത്ഥ പ്രതിസന്ധി എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള അപ്ഡേറ്റുകളാണ് ഇന്നേ ദിവസം പ്രമുഖ മൂവി അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. എമ്പുരാൻ എന്ന സിനിമയുടെ വിതരണവും ബിസിനസ്സും സംബന്ധിച്ച് ആശീർവാദും ലൈക്ക പ്രൊഡക്ഷൻസും തമ്മിൽ വ്യക്തമായ തർക്കം നിലനിൽക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. നിരവധി ചർച്ചകൾക്കിടയിലും ആശീർവാദിന്റെ നിബന്ധനകൾ ലൈക്ക നിരസിച്ചു. ഇത് ആശീർവാദിനെ പദ്ധതിയിൽ നിന്നും പുറത്താക്കാൻ ശ്രമിച്ചു എന്നതൊക്കെയാണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ അവർ നൽകിയിരിക്കുന്നത്. ലൈക്ക പിന്മാറാൻ സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും ഏകദേശം 75 കോടി നിക്ഷേപം പ്ലസ് 10 കോടി കൂടി ആശീർവാദ് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്കയുടെ പങ്കാളിത്തത്തെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം ഔദ്യോഗിക പോസ്റ്റുകളുടെ റിലീസ് പോലും നിർത്തിവച്ചിരിക്കുകയാണ്. പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഈ പ്രതിസന്ധിക്ക് എത്രയും വേഗം പരിഹാരം കാണുമെന്ന പ്രതീക്ഷയോടെയാണ് റിപ്പോർട്ടുകൾ അവർ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ആശീർവാദ് പുതിയ പ്രൊഡക്ഷൻ ഹൗസുകളെ സമീപിച്ചു എന്ന രീതിയിൽ യശ്രാജ് ഫിലിംസും ഹോംബാലയും ഒക്കെ സമീപിച്ചു എന്നാണ് അന്ന് റിപ്പോർട്ടുകൾ വന്നത്. എന്നാൽ ഇത് റൂമറുകൾ എന്ന രീതിയിലാണ് നമ്മൾ തട്ടിക്കളഞ്ഞത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വീണ്ടും വീണ്ടും മൂവി അനലിസ്റ്റുകൾ റിപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ചില പ്രതിസന്ധികൾ എവിഡന്റ് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അത് ലൈക്കയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്ന് പറയാം. ഇതിനെല്ലാം പരിഹാരം കാണാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് പിന്നീട് പല ചർച്ചകളിലും പ്രേക്ഷകർ പറയുന്നത്. പൃഥ്വിരാജിന് മാത്രം. പൃഥ്വിരാജ് സജസ്റ്റ് ചെയ്തിട്ടാണ് ലൈക്ക പ്രൊഡക്ഷൻസ് എമ്പുരാനിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് റിസോൾവ് ചെയ്യണമെങ്കിൽ പൃഥ്വിരാജ് തന്നെ രംഗത്തെത്തണം എന്ന രീതിയിലാണ് പറയുന്നത്. ഇതിനുള്ള ചർച്ചകൾ ഇവരെല്ലാം നടത്തുന്നുണ്ടായിരിക്കാം എന്ന് തന്നെ കരുതാം. എന്നാൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് ലൈക്കയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചില കാര്യങ്ങൾ വന്നപ്പോൾ പിന്നെ മലയാളിയെ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. അവർ ലൈക്കയെ മെൻഷൻ ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ശരിക്കും അഭിഷേകം തന്നെ നടത്തുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ നേരത്തെ ഊഹാപോഹങ്ങൾ പ്രചരിച്ചെങ്കിലും ഇപ്പോഴും ലൈക്കയുടെ പേരിൽ തന്നെയാണ് എമ്പുരാന്റെ ഈ പ്രതിസന്ധിയെക്കുറിച്ച് അവർക്ക് പറയാനുള്ളത്. ആശീർവാദ് സിനിമാസും തമിഴിലെ മുൻനിര നിർമ്മാതാക്കളായ ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിച്ചിരിക്കുന്നത്. ലൈക്കയുടെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ തന്നെയാണ് എമ്പുരാനെ ബാധിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടതുണ്ട്. സിനിമയുടെ കേരള വിതരണാവകാശം ആശീർവാദ് സിനിമാസിനാണ്. അതേസമയം സിനിമയുടെ ഓവർസീസ് റൈറ്റ്സ് ലൈക്കയുടെ പക്കലാണ്. ലൈക്ക പ്രൊഡക്ഷൻസിന്റേതായി മുൻപ് ഇറങ്ങിയ ഇന്ത്യൻ 2 ഉൾപ്പെടെയുള്ള സിനിമകൾ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഈ സിനിമയുടെ നഷ്ടം നികത്താതെ ലൈക്കയുടെ സിനിമകൾ റിലീസ് ചെയ്യാൻ സാധിക്കില്ലെന്നാണ് ഒരു തിയറി. അത് കാരണമാണ് എമ്പുരാന്റെ റിലീസ് ഇപ്പോൾ അനിശ്ചിതത്വം നേരിടുന്നതെന്നാണ് പ്രേക്ഷകർ നേരത്തെ പറഞ്ഞുകൊണ്ട് വന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ആശീർവാദ് സംബന്ധിച്ച സിനിമയുടെ OTT ഓവർസീസ് മറ്റു ഭാഷകളിലെ ഡിസ്ട്രിബ്യൂഷൻ തുകകളോട് ലൈക്കയ്ക്ക് യോജിക്കാനാകുന്നില്ലെന്നും അതുകൊണ്ട് സിനിമയുടെ അപ്ഡേറ്റുകൾ പുറത്തുവിടാത്തത് എന്നുമാണ് മറ്റൊരു തിയറി എത്തിയത്. ഇതിനെയൊക്കെ ശരിവെക്കുന്ന രീതിയിലേക്കുള്ള റിപ്പോർട്ടുകളാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും അതുമായി വ്യക്തത വരുന്ന ചില റിപ്പോർട്ടുകളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നതും. പ്രമുഖ മൂവി അനലിസ്റ്റുകളൊക്കെയാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും പ്രശ്നങ്ങളെല്ലാം വേഗം പരിഹരിച്ച് ചിത്രം 27 തന്നെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷ. കൂടാതെ കഴിഞ്ഞ ദിവസം റെസ്റ്റ് ഓഫ് വേൾഡ് ബിസിനസ് ഒക്കെ ഓക്കെ ആയി എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനുശേഷം ഒരു ഗംഭീര അപ്ഡേറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അവർ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഒന്നും വരാത്ത സ്ഥിതിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും കഴിഞ്ഞ ദിവസം പല ആർട്ടിസ്റ്റുകളോടും എമ്പുരാന്റെ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരികയുണ്ടായി. അതിന് താരങ്ങളും മറുപടിയുമായി എത്തി. എമ്പുരാൻ എന്ന ചിത്രത്തിൽ എത്തുന്ന നന്ദുവാണ് ഈ ചിത്രത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടെത്തുന്നത്. എപ്പോഴും സർപ്രൈസുകൾ തരുന്ന ആളാണ് പൃഥ്വിരാജ് എന്നും അതുകൊണ്ട് ഒരു സർപ്രൈസായി തന്നെ നമ്മുടെ മുന്നിലേക്ക് ചിത്രത്തിന്റെ അപ്ഡേറ്റ് എത്താൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറയുന്നു. മറ്റു കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിനും അറിവില്ലെന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ചിത്രത്തിന്റെ റിലീസ് മാറ്റിവെക്കുകയോ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളോ ഒന്നും വന്നിട്ടില്ല. പ്രശ്നങ്ങൾ ഉടനെ തന്നെ പരിഹരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തായാലും അവസാനം സന്തോഷിക്കാനുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇഷ്യൂകളെല്ലാം സോർട്ട് ഔട്ട് ആക്കിയെന്ന വിവരങ്ങളാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ നൽകിയിരിക്കുന്നത്. 100% ഉറപ്പിക്കാമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. എമ്പുരാന്റെ ഇഷ്യൂകളെല്ലാം സോർട്ട് ഔട്ട് ആക്കിയെന്നും ട്രെയിലർ ലോഞ്ച് ഉണ്ടാകുമെന്നും എന്നാൽ ഇത് ഔട്ട്സൈഡ് കേരളയിലായിരിക്കും സംഭവിക്കുക എന്നുമാണ്
എന്നുമാണ് പറയുന്നത്. റിലീസിൽ ഒരു മാറ്റവും ഇല്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. മാർച്ച് 27 തന്നെ ചിത്രത്തിന്റെ റിലീസ് ഉണ്ടാകും. ട്രെയിലർ ഉടനെ തന്നെ നമ്മുടെ മുന്നിലേക്ക് എത്തും. ആ ലോഞ്ച് നടക്കുന്നത് കേരളത്തിന് പുറത്തായിരിക്കുമെന്നും അവർ പറയുകയാണ്. ഇത് വിശ്വസിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേർ എത്തുമ്പോൾ അവർ 100% ഉറപ്പിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആരാധകർക്കും പ്രേക്ഷകർക്കും ആഘോഷിക്കാനുള്ള വകയും അവർ നൽകുകയാണ്.